ഇന്ന് ലോകത്ത് കോടാനുകോടി ഖബറുകളുണ്ട്, ധാരാളക്കണക്കിന് മക്ബറകൾ. ഈ മക്ബറകളിൽ രണ്ട് അവസ്ഥകളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ കോടാനുകോടി മക്ബറകളിൽ ഒന്ന് സ്വർഗ്ഗപ്പൂന്തോപ്പുകളാണ്. നമ്മുടെയൊക്കെ ചുടലക്കളങ്ങളിലും അതേപോലെ തന്നെ ശ്മശാനങ്ങളിലും പള്ളിക്കാടുകളിലുമെല്ലാം ഉള്ള ഖബറുകളിൽ അതിൽ ഒന്നെന്താണ്? ഒന്ന് സ്വർഗ്ഗപ്പൂന്തോപ്പുകളാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹുഫ്റത്തും മിൻ ഹുഫറിൻ നീറാൻ, നരകക്കുഴികളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഖബർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി ഏറ്റവും നല്ല ഖബറാകാൻ വേണ്ടി, സ്വർഗ്ഗപ്പൂന്തോപ്പുകളാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, ജീവിതം നന്നായാൽ മരണം നന്നായി. മരണം നന്നായിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബർ നന്നായി. ഖബർ നന്നായിട്ടുണ്ടെങ്കിൽ അതേ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, സഹാബത്ത് പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരികയാണ്. ഖബർ നന്നായാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും നന്നായി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുന്നു, പൊട്ടി കരയുന്നു. ഹദീസിൽ കാണാം എങ്ങനെയാണ്, ഹത്താ തുബല്ല ലിഹ്യതുഹു, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് അദ്ദേഹം കരയുന്നു. ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തുദ്കറുൽ ജന്നത വന്നാറ ഫലാ തബ്കി, അല്ലയോ ഉസ്മാൻ, നരകത്തെ കുറിച്ച് പറയുമ്പോ അതേപോലെ തന്നെ സ്വർഗത്തെ കുറിച്ച് പറയുന്നതൊക്കെ താങ്കൾ കേൾക്കാറുണ്ട്, ഇത്രയധികം താങ്കൾ ഇത്രയധികം നിങ്ങൾ കരയാറില്ലല്ലോ, നിങ്ങൾ ഇത്രയധികം ഉറ്റാലോചിച്ച് പൊട്ടിക്കരയാറില്ലല്ലോ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ, പിന്നെന്താണ് ഖബർ കാണുമ്പോൾ ഇത്രയധികം കരയാനുള്ള കാരണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഫസ്റ്റ് ചവിട്ടുപടിയാണ്, ഒന്നാമത്തെ വീടാണ് ഖബർ. എന്നിട്ട് റസൂൽ പറയുകയാണ്, ഫഇന്നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ഈ ഖബർ ജീവിതത്തിൽ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ള അങ്ങോട്ടുള്ള ജീവിതം സന്തോഷകരമാണ്, ആനന്ദകരമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നത് ഞാൻ കേൾക്കുന്നു, വഇല്ലം യൻജു മിൻഹു, അതിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അങ്ങോട്ടുള്ള ജീവിതം മഹാ അപകടകരമാണ്, ഏറെ കഠിനമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി പറയുന്നു, വമാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻഹു, ഖബറിനേക്കാൾ ഭീതിജനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഐ മാ റഅയ്തു മൻദറൻ വദു ഹൗലിൻ വഫദാഅ, അഥവാ ഒരുപാട് ഭീകരമായ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അതാരായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരമായ ഒരുപാട് പരലോകത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഖബറിനേക്കാൾ ഭീകരമായത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഭീകരമാണ്. നരകത്തിലേക്കാളേറെ പ്രയാസം എന്നല്ല, പക്ഷേ ഏറെ ഭീകരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു തരികയാണ്.